അത് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് സിസ്റ്റം ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളൊരു ക്വസ്റ്റൻ ആണ് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് സിസ്റ്റംസ്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വിളിക്കും. ആദ്യത്തിന് എന്ത് വിളിക്കും? ആദ്യത്തെ ഒരു ടൈപ്പാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസുമാണ് ആദ്യം പറയുന്നത്. എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്? നിങ്ങൾ സൂപ്പർവൈസർ കേട്ടിട്ടുണ്ടായിരിക്കും, സൂപ്പർവൈസർ എന്ന് പറയുന്ന സംഭവമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സൂപ്പർവൈസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു കാര്യത്തെ ഒബ്സർവ് ചെയ്ത് അത് നോക്കുന്ന ആൾക്കാരെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? സൂപ്പർവൈസർ എന്ന് വിളിക്കുന്നത് അല്ലേ. ഇപ്പോൾ സൂപ്പർവൈസറിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ പറയുന്ന ഒരു ജോലി ചെയ്യാൻ കുറച്ച് ആൾക്കാരെ നമ്മൾ വിളിച്ചിട്ട് അവരെ എന്ത് ചെയ്യും? അവരുടെ ഒരാളുടെ മേൽനോട്ടത്തിൽ അത് ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂപ്പർവിഷൻ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ മെഷീൻസിനെ ട്രെയിൻ ചെയ്യിക്കണമെങ്കിൽ പല രീതിയിൽ ചെയ്യിക്കാം. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കൺട്രോൾ ഉണ്ട്. കൺട്രോൾ ഉപയോഗിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു കൺട്രോളർ ഉണ്ടായിരിക്കും. ആ കൺട്രോളർ ഉപയോഗിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മെഷീൻസിനെ ലേൺ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു സൂപ്പർവിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ? യൂസസ് ലേബിൾഡ് ഡേറ്റ, ഇത് ഇമ്പോർട്ടൻറ്റ് ടൈമാണ്. ലേബിൾഡ് ഡേറ്റയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ലേബിൾഡ് ഡേറ്റ ടു ട്രെയിൻ മോഡൽസ് ദാറ്റ് ക്യാൻ മേക്ക് പ്രഡിക്ഷൻസ് ഓർ ഡിസിഷൻസ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത് എന്താ? ലേബിൾഡ് ഡേറ്റാസ്. എന്താണ് ലേബിൾഡ് ഡേറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അതിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റാസ് ആയിരിക്കും. ഇപ്പോൾ ആപ്പിളിൻ്റെ ഒരു പടം കൊടുത്തിട്ട് അത് ആപ്പിൾ ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അത് ആപ്പിൾ ആണ്, അതിൻ്റെ അടുത്ത് ഓറഞ്ച് ആണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ലേബിൾസ് ആണ്, ലേബിൾ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഒരു കൃത്യമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ലേബിൾഡ് ഡേറ്റാസ് എന്ന് വിളിക്കാം. അപ്പോൾ ലേബിൾഡ് ഡേറ്റ ഉപയോഗിച്ച് മോഡൽസിനെ എന്ത് ചെയ്യുന്നു? ട്രെയിൻ ചെയ്യുന്നു. എന്തുപയോഗിച്ച്? ലേബിൾഡ് ഡേറ്റ. അപ്പം യൂസസ് ലേബിൾഡ് ഡേറ്റ ടു ട്രെയിൻ മോഡൽസ് ദാറ്റ് ക്യാൻ മേക്ക് പ്രഡിക്ഷൻസ് ഓർ ഡിസിഷൻസ്. അപ്പോൾ ലേബിൾഡ് ഡേറ്റ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്തിട്ട് അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? പ്രഡിക്ഷൻസും ഡിസിഷൻസും ഒക്കെ നടത്താൻ പറ്റും. മോസ്റ്റ്ലി ലേബിൾഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതിനൊരു ഐഡൻറ്റിറ്റി ഒക്കെ കാണും. കൃത്യതയുണ്ടായിരിക്കും, ആക്യുറസി ഉള്ള ഡേറ്റാസ് ആയിരിക്കും. അല്ലാതെ നമ്മൾ കൃത്യത ഇല്ലാത്ത കാര്യങ്ങൾ, വ്യത്യാസങ്ങളുള്ള കാര്യങ്ങളൊന്നുമല്ല. കൃത്യമായിട്ട് ഓർഡറുള്ള ഡേറ്റാസ് ആയിരിക്കും സാധാരണ എന്ത് ചെയ്യുന്നത്? ഈ ലേബിൾഡ് ഡേറ്റാസ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രഡിക്റ്റിംഗ് സ്റ്റോക്ക് പ്രൈസസ്, ക്ലാസിഫൈങ് ഇമെയിൽസ്. ഇപ്പോൾ ഇമെയിൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ, സ്റ്റോക്ക് പ്രൈസസ് കണ്ടുപിടിക്കാൻ, അങ്ങനത്തെ കേസുകളിലൊക്കെ യൂസ് ചെയ്യാം. ഇമെയിൽസിൽ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് എന്തോ ഉണ്ട്, ഇതിന് ലേബിൾഡ് ആയിട്ടുള്ള മെയിൽസ് ആയിരിക്കും. അതിന് ഓരോന്നിനും ഓരോ ലേബിൾസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്റ്റോക്ക് പ്രൈസസിനും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഇത് ഉപയോഗിച്ച്. അപ്പോൾ അതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അൽഗോരിതംസ്, നമ്മളിപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിനെ അത് ഉപയോഗിച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കണം. അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ അതിനെന്തോ വേണം? പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് വേണം. അങ്ങനെ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. മെയിനായിട്ട് അത് ഈ പറയുന്ന സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ആണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു അൽഗോരിതം ഉണ്ട്, ലോജിസ്റ്റിക് റിഗ്രഷൻ ഉണ്ട്, ഡിസിഷൻ ട്രീസ് ഉണ്ട്, അതുപോലെ തന്നെ സപ്പോർട്ട് വെക്ടർ മെഷീൻസ്, അതിനെ ഷോർട്ടായിട്ട് SVM എന്ന് വിളിക്കും. ഓക്കെ, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് എവിടെ യൂസ് ചെയ്യുന്നത്? സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ്. ഈ അൽഗോരിതംസ് ഉപയോഗിച്ചാണ് ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് അവരെന്തോ ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അൽഗോരിതംസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പലതരത്തിലുള്ള അൽഗോരിതംസ് ഉണ്ട്. വളരെ കുറച്ച് അൽഗോരിതമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡേ ബൈ ഡേയിൽ എന്തോ ചെയ്യുന്നുണ്ട്, പുതിയ അൽഗോരിതംസ് ഡിസൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗും കാര്യങ്ങളൊക്കെ ഈസി ആക്കാൻ വേണ്ടി. അതിലൂടെ ഏറ്റവും ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സിസ്റ്റത്തെ മാറ്റാനും പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണെന്ന് പറയുന്നത്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഓക്കെ, അൺസൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? നേരത്തെ സൂപ്പർവൈസ്ഡ് ആണ്, ഇപ്പോൾ സൂപ്പർവൈസേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ വേറെ രീതി ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ മറ്റേതുമായിട്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഡെഫിനിഷൻ നോക്കേ, എക്സ്ട്രാക്ട് മീനിങ് പാറ്റേൺസ് ഓർ സ്ട്രക്ചേഴ്സ് ഫ്രം അൺലേബിൾഡ് ഡേറ്റ എന്ന് മീനിങ് ഫുൾ ആയിട്ടുള്ള പാറ്റേൺസോ അതുപോലെ തന്നെ സ്ട്രക്ചേഴ്സോ ഒക്കെ എന്ത് ചെയ്യും? എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അപ്പം ലേബൽ ഇല്ലാത്ത ഡേറ്റാസ് ആയിരിക്കും, കൃത്യതയില്ലായിരിക്കും. ഫോർ എക്സാമ്പിൾ, കൃത്യതയില്ലെന്ന് വെച്ചാൽ നമ്മൾ മെയിലുകൾ ഇപ്പോൾ ആരാഴ്ച അങ്ങനത്തെ കേസൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ ഓരോരുത്തരുടെ കൈയുടെ ഫിംഗേഴ്സ്, നമ്മുടെ ഇപ്പം കൈക്ക് എന്തുകൊണ്ട് ഓരോരുത്തരുടെയും കൈ ഡിഫറൻ്റ് ആണ്, കയ്യിലെ ലൈൻസ് ഡിഫറൻ്റ് ആണ്, അങ്ങനെ ഓരോന്നും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫിംഗറിനകത്ത് തമ്പ് ഇംപ്രഷൻസ് ഒക്കെ ഡിഫറൻ്റ് ആണ്. അപ്പം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അനാലിസിസ് ചെയ്യണമെങ്കിൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഓരോരുത്തരുടെയും ഡിഫറൻ്റ് ആണ്, ഇത് ഡിഫറൻ്റ് ആണ്, അടുത്ത ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് അതിൽ നിന്ന് കൃത്യമായിട്ടൊരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ഡേറ്റാസിനെ പറ്റി പഠിക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തോ യൂസ് ചെയ്യാം? അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആയിരിക്കും ബെറ്റർ. അപ്പോൾ രണ്ടും നമുക്ക് ആവശ്യമാണ്, സൂപ്പർവൈസ്ഡും അൺസൂപ്പർവൈസ്ഡും ആവശ്യമാണ്. ചില ടാസ്കുകൾ അല്ലെ ചില ആപ്ലിക്കേഷൻ ഏരിയാസിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഈസ് ബെറ്റർ. ഇൻ സം കേസസ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഈസ് ബെറ്റർ. അപ്പോൾ അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പം ഇത് മീനിങ് ഫുൾ പാറ്റേൺസിനെ ഒരു സ്ട്രക്ചേഴ്സിനെ എന്ത് ചെയ്യുന്നു? അൺലേബിൾഡ് ഡേറ്റയിൽ നിന്ന് കളക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എക്സാമ്പിൾസ് ആണ് കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ, അനോമലി ഡിറ്റക്ഷൻ. കസ്റ്റമർ സെഗ്മെൻറ്റേഷനിലും അനോമലി ഡിറ്റക്ഷനിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന
ഈ ഡീറ്റെയിൽസ് ആണ്, അതായത് ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കസ്റ്റമേഴ്സ്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ ഒരു കസ്റ്റമർ തീരുമാനിക്കുന്നതായിരിക്കും. ഓരോ കസ്റ്റമർക്കും ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും. അവരുടെ ഈ പറയുന്ന പോലെ അവരുടെ ജെൻഡർ ഡിഫറെൻ്റ് ആയിരിക്കും, അതുപോലെ അവരുടെ ചോയ്സസ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ഏജ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഡേറ്റയാണ്, അൺലേബിൾഡ് ആയിട്ടുള്ള ഡേറ്റാസ്. അത് അങ്ങനത്തെ ഡേറ്റാസൊക്കെ സെഗ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പറയുന്ന അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് ബെറ്റർ. അപ്പോൾ ഈ കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ എന്ത് ചെയ്യും? ക്ലസ്റ്റേഴ്സ് ആയിട്ട് തിരിക്കാറുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ ക്ലസ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് യൂഷ്വലി ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അനോമലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, അത് ഔട്ട്ലേഴ്സ് ഉള്ള ഡേറ്റാസിനെയൊക്കെ അനലൈസ് ചെയ്യാനുള്ള കൺസെപ്റ്റാണ്. ഔട്ട്ലേഴ്സ് വരുന്ന ഡേറ്റാസ് ഉണ്ട്, അതിനെ അനലൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. കോമൺ ആയിട്ട് ഈ അനോമലി ഡിറ്റക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രോഡ് ഡിറ്റക്ഷൻ പോലത്തെ കാര്യങ്ങളില്ലേ, ഇത് മാർക്കറ്റിങ്ങിനാണ്, അറിയാമായിരിക്കും. കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ കൂടുതൽ മാർക്കറ്റിങ്ങിനാണെങ്കിൽ അനോമലി ഡിറ്റക്ഷൻ, ഫ്രോഡ് ഡിറ്റക്ഷൻ പോലത്തെ കാര്യങ്ങളിലൊക്കെയാണ് കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെല്ലാം അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ആണ് കെ മീൻസ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്ന അൽഗോരിതം ഉണ്ട്, ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ്, പ്രിൻസിപ്പൽ കോമ്പോണന്റ് അനാലിസിസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ മെത്തേഡ്സ്, അൽഗോരിതംസ് ആണ് കോമൺ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ യൂസ് ചെയ്യുന്നത്.